ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേരമീൻ കറിയാണ്. അതിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കിലോ കേരമീനും, ഒരു 5-8 പച്ചമുളകും, ഒരു കഷ്ണം ഇഞ്ചിയും, 2-3 5-8 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് കടുകും ഉലുവയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സ്റ്റവ് കത്തിച്ചിട്ട് നമുക്കതൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുകും, 1 സ്പൂൺ ഉലുവയും ഇടാം. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടട്ടെ. കടുകും ഉലുവയും പൊട്ടിയ ശേഷം ഒരു 5-8 പച്ചമുളക് അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു ചെറിയ സവാളയും, 5-8 വെളുത്തുള്ളിയും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിക്കാം. പച്ചമുളകും സവാളയൊക്കെ മൂത്ത ശേഷം അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മൂത്ത് വരുവോളം വഴറ്റാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറിയ ശേഷം അതിലേക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ചോള കുടപ്പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ടേക്കുന്നത്. അതിട്ട് മൂപ്പിക്കുക. അത് മൂത്ത ശേഷം അതിലേക്ക് കുടപ്പുളി വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റി ഇളക്കിയിടുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതാക്കുക. അപ്പോൾ ചാറിന് നല്ല കുറുക്ക് കിട്ടും. ഈ സമയത്ത് നമുക്ക് 2 സ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാവരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബാക്കിയുള്ള കുടപ്പുളി വെള്ളവും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരപ്പ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം മീൻ ആവശ്യമായ വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം. അരപ്പ് നന്നായി തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെട്ടി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ അതിനകത്ത് പറക്കി വെക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്ക് ആ ചാറിലേക്ക് എല്ലാം പറക്കി വെച്ച് ഒന്ന് ഒതുക്കി വെച്ച് ആ ചാറിലേക്ക് ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഒതുക്കി വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു മൂടിയെടുത്ത് മൂടി വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ മൂടിയെടുത്ത് വെക്കണം. അല്ലെങ്കിൽ സ്റ്റീൽ മൂടിയൊക്കെ വെക്കുമ്പോൾ ആ വെളിച്ചെണ്ണ മുഴുവൻ ആ മൂടിയൊക്കെ പിടിക്കും. നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. ഈ നന്നായിട്ട് തിളച്ച് എല്ലായിടത്തും തളയൊക്കെ വന്ന് നല്ല ഇതായിട്ടുണ്ട്. നമുക്കൊരു തുണി എടുത്തിട്ട് ചട്ടി ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി അനക്കി കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് കുറുക്കി പറ്റിക്കാം. ഈ സമയത്ത് കുറച്ച് പച്ചക്കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കാം.
ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കണം. നമ്മൾ ഉപ്പ് 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. പുളിയുള്ള കറി ആയതുകൊണ്ട് ഉപ്പ് ചിലപ്പോൾ പോരാതെ വരും. ഞാൻ ഇതിനകത്ത് ഒരു 1/4 സ്പൂൺ കൂടിയും ഇടുന്നുണ്ട്. ഉപ്പ് എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് ഇടണം. വീണ്ടും നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാന്ന് വെച്ചാൽ മീനൊന്ന് കുറുകി വരുന്നോളം വറ്റിക്കാം. മീൻ നന്നായിട്ട് കുറുകി വറ്റിയിട്ടുണ്ട്. തളയൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് അടുപ്പത്ത് തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊരു അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.